ഹായ് ഹലോ, എല്ലാവർക്കും എന്നെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മോളുടെ തിരണ്ട് കല്യാണം അല്ലെങ്കിൽ ഋതുമതി കല്യാണത്തിന് കുറച്ച് വിശേഷങ്ങളാട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് ഞാൻ അവളെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് അവളൊരു 6 മാസത്തിലാട്ടോ പ്രസവിക്കുന്നത്. മാസം തികയാതെ പറഞ്ഞ കുട്ടിയാണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഏകദേശം അവളൊരു 56 ദിവസം ഉള്ളപ്പോൾ അവളുടെ ഫോട്ടോയാണേ. പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ ആളെ വളർച്ചയങ്ങ്. വയ്യാത്ത കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കെയറിങ് ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കാം എല്ലാം. പിന്നെ ആൾ ഫാസ്റ്റായിരുന്നു, സംസാരിച്ചതും നടന്നതും എല്ലാം. പിന്നെ നമ്മൾക്ക് അത്രയും വയ്യാഴികയെന്നൊക്കെ കിട്ടിയത് കൊണ്ടായിരിക്കാം അവിടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയായിരുന്നു നമുക്ക് എല്ലാത്തിലും. പഠിത്തക്കാര്യത്തിലാണെങ്കിലും സ്കൂളിൽ വിട്ടാലും എല്ലാം. അപ്പം പെട്ടെന്ന് തന്നെ ആൾ ചേച്ചിക്കുട്ടിയാകുകയും ചെയ്തു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിട്ടോ ആൾ ചേച്ചിക്കുട്ടിയായത്. എങ്കിലും ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് ചടങ്ങാക്കി തന്നെ ചെയ്യണം, എല്ലാവരെയും അറിയിക്കണം, എല്ലാവരെയും അറിയിച്ച് ഭയങ്കര ഭംഗിയായിട്ട് അവിടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളുടെ ചടങ്ങ് വെച്ച് അമ്മായിമാരാട്ടോ കുളിപ്പിക്കേണ്ടത്. 9-ൻ്റെ അന്നാണ് ചടങ്ങ് നടത്തിയത്, പീരിയഡ്സ് ആയിട്ട് 9-ാം ദിവസം. അപ്പം ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ മഞ്ഞളൊക്കെ തേച്ച് എല്ലാ ബന്ധുക്കാരും മഞ്ഞളൊക്കെ തേച്ച്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പാലും റോസാപ്പുമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്ത്. അത് അപ്പച്ചിയാട്ടോ, വിളക്ക് കൊടുക്കുന്ന അപ്പച്ചിയാണ്, ചേട്ടൻ്റെ പെങ്ങൾ. ഇത് അപ്പച്ചി, ഇത് അച്ചാമ്മയാട്ടോ അവിടെ. അങ്ങനെ ഭംഗിയായിട്ട് ചടങ്ങൊക്കെ ഞങ്ങൾ നടത്തി. ഇത് എൻ്റെ അമ്മയാണ്. അവർക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടി, കുറേ സ്വീറ്റ്സൊക്കെ കിട്ടി. ഇതാണ് ചേച്ചിയാട്ടോ, എൻ്റെ ചേച്ചിയുടെ മോള്. അവർ ഭയങ്കര കൂട്ടാണ്. അപ്പം എല്ലാവരും അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. ഇത് ചേട്ടൻ്റെ അച്ഛനാണ്. ഇവൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ പെൺകുട്ടിയായിട്ട്, ചേട്ടൻ്റെ കുടുംബത്തിൽ. ബാക്കി എല്ലാം ആൺപിള്ളേരാണ്. അതുകൊണ്ട് എല്ലാവരും ഒത്തിരി ആഘോഷിച്ച് അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു അന്ന്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അന്നേ ദിവസം. 6 മാസം തികയാതെ പ്രസവിച്ചതും ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ലൈഫും മരുന്നും ഉറക്കമില്ലാതെ ഞങ്ങൾ ഓടിയ ദിവസങ്ങളും ഒക്കെ തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷെ അതൊക്കെ ആലോചിച്ചെങ്കിലും അവിടെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. കിട്ടത്തില്ല, മാസം തികയാതെ പ്രസവിച്ചുകൊണ്ട് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഇങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും ഈ 12 വയസ്സിൽ വലിയ കുട്ടിയായിട്ട് എല്ലാവരും സമ്മാനങ്ങളും മധുരങ്ങളും ഒക്കെ നൽകിയപ്പം ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായിരുന്നു. തുടർന്നും ഈ ജീവിതത്തിൽ ഇതുപോലെ അവിടെ ലൈഫിൽ ആഘോഷിക്കാൻ ഒത്തിരി നല്ല നിമിഷങ്ങൾ ഉണ്ടാകട്ടെ എന്നായിരുന്നു എൻ്റെയും ഏട്ടൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പം നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.